ഹായ്, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വ്ളോഗിൽ ഞാൻ ഫ്രണ്ടിലൊന്നും വരാറില്ല, ഇപ്പോൾ കുറേ നാളായി. ഞാൻ എന്തോ ഉണ്ടാക്കുന്നപോലെ ഒരു സാമ്പാർ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഞാൻ അതിനുള്ള കഷ്ണമാണ് പരിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ചേന, ബീൻസ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഉള്ളി, ഇതെല്ലാം കഷ്ണം ഇടാം. എൻ്റെ വ്ളോഗൊക്കെ കാണാറുണ്ടല്ലോ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തക്കാളി ഇടാം, പച്ചമുളകും തക്കാളി. അപ്പം നമുക്കത് കുറച്ച് നമുക്ക് ഇതിന് വെള്ളം ഒഴിക്കുക, വേവിക്കാം. കുറച്ച് വേണ്ടി നമുക്ക് കുക്കറിനകത്തോട്ട് വേവിക്കാം. അത് നമുക്ക് പിന്നെ മഞ്ഞൾപ്പൊടി വെക്കാം. അപ്പം അത്യാവശ്യം വേവാൻ വേണ്ടിയാണ്. അപ്പം അതൊന്ന് വേവട്ടെ. ഓക്കെ, അപ്പം നമുക്കൊരു ചട്ടി വെക്കാം. ചട്ടിയിലാണ് സാമ്പാർ കടുക് വറുക്കാം. എണ്ണ ഒഴിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. കുക്കറിൽ നിന്ന് ഇനി ഞാൻ സ്റ്റീം പോട്ടെ. അപ്പം നമുക്കിനി അടുത്തത് കടുക് വറുക്കാനുള്ള മുളക്, ചുമന്നുള്ളി, കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം കടുകിടാം. ചേച്ചിക്കും കൊടുക്കണം. 2 കട്ടോറിയിലിട്. അതിൻ്റെ ഇടയ്ക്ക് വർത്താനം ഒരു ഉലുവായിട്ട് കടുകിട്ടു. ആവട്ടെ. 2 മുളകിട്ടു. അപ്പം 2 ഉള്ളി. സാമ്പാറല്ല എന്തോ. നമുക്കിനി പൊടിയിടാം. സാമ്പാറിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം ഉണ്ട്. മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇട്ടിട്ടില്ല. കായപ്പൊടി നമുക്ക് കുറച്ചിടാം. കായപ്പൊടിയും കൂടെ മൂപ്പിക്കാം. നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് കഷ്ണം എല്ലാം കൂടെ ഇതിനകത്തിടാം. അറിയാം. നമുക്കിനി പുളി ഒഴിക്കാം. കുറച്ച് ഉപ്പിടാം. കുറച്ച് നമുക്ക് കായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇച്ചിരി ഒന്ന് ഉലുവാപ്പൊടി ഇട്ടേക്കാം, ഒരു ടേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് നമുക്ക് മല്ലിയില ഇടാം. അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായിട്ട്. നമ്മുടെ സാമ്പാർ റെഡിയാകും. തിളച്ച് കഴിഞ്ഞാൽ റെഡിയാകും. അപ്പോൾ എല്ലാവർക്കും സാമ്പാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബറൊക്കെ കുറേശ്ശെ വരുന്നുണ്ട്. എല്ലാം ഫോളോ അപ്പ് ആവുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും കാണുക. ഞാൻ ഇനി ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. എന്നാലും ഇച്ചിരി വേണം തോന്നും. നോക്കട്ടെ, ഒന്നുകൂടെ നോക്കണം. ശകലം
എല്ലാം കറക്റ്റാണ്. വേണമെന്നില്ല, ഞാൻ അങ്ങ് ഇട്ടെന്നില്ല. എവിടെ മുമ്പോട്ടാണ് ഉപ്പ്. പ്രഷറൊക്കെ ഉണ്ടെങ്കിലും ഉപ്പില്ലെങ്കിൽ ആരും ശകലം ഉപ്പ് പുറമോട്ടാണെങ്കിൽ കഴിക്കത്തില്ല. അപ്പോൾ എൻ്റെ സാമ്പാർ എങ്ങനെയുണ്ട്? ഞാൻ തിളച്ച് വരട്ടെ. അപ്പോൾ എൻ്റെ സാമ്പാർ റെഡിയായി. ഓക്കെ, സാമ്പാർ റെഡിയായി. നല്ല സൂപ്പർ സാമ്പാർ. ഓക്കെ, ബൈ.